ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം സ്നേഹത്തിൻ്റെ അകലവും അടുപ്പവും ധ്യാനിക്കാനും സ്വീകരിക്കാനുമുള്ള കാലമാണ്. സ്നേഹത്തിന് രണ്ട് ഭാവങ്ങളുമുണ്ട്. സ്നേഹം ചില അടുപ്പങ്ങളിലേക്ക് നമ്മളെ അടുപ്പിക്കും. സ്നേഹം ചില അകലങ്ങൾക്ക് വേണ്ടി നമ്മെ നിർബന്ധിക്കും. നോമ്പുകാലത്ത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ നോമ്പിൽ ആത്മീയ ഇടങ്ങളോട്, സാഹോദര്യ ബന്ധങ്ങളോട്, ശുശ്രൂഷാ ജീവിതത്തോട് വലിയ അടുപ്പം ഉണ്ടാക്കിയെടുക്കണം. ആവർത്തിച്ച് ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ അടുപ്പത്തിലാകാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു തെല്ല് ശ്രദ്ധയും താല്പര്യവും എൻ്റെ ജീവിതത്തിൻ്റെ മെച്ചപ്പെടുത്തേണ്ട മേഖലകളോട് ബന്ധപ്പെട്ട് രൂപപ്പെടുത്തി കൊണ്ടുവരണം. ഈസസ്യൂത്തിൻ്റെ കുട്ടികളോട് ബന്ധപ്പെട്ട് ചില പ്രോഗ്രാമുകളിലൊക്കെ പോയപ്പം അവർക്കിടയിൽ ഇങ്ങനെ വളരെ നിർമ്മമതയുള്ള അടുപ്പങ്ങളൊക്കെ കാണാനിടയായി. ലോകത്തിൻ്റെ ഒരു വൈകല്യങ്ങളും ചേരാത്ത വിധം നിഷ്കളങ്കതയുടെ അടുപ്പങ്ങൾ എന്ത് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണെന്നും അവരിങ്ങനെ ഇടപഴകി കടന്നു പോകുന്നത്. ഇത് വെറുതെ ഒരു തോന്നൽ വിളിച്ച് പറയല്ല, അകങ്ങളെ വായിക്കാനുള്ള ഒരു കൃപയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇത് പങ്കുവെക്കുക. ഞാനും നിങ്ങളും ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പം സ്നേഹത്തിൻ്റെ ചില അടുപ്പങ്ങളെ അതീവ ഗൗരവത്തോടു കൂടിയിട്ട് വളർത്താനും പരിപോഷിപ്പിക്കാനും നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്നേഹത്തിൻ്റെ ചില അകലങ്ങളും. അബ്രാഹാം തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവമിങ്ങനെ ഈ മനുഷ്യൻ്റെ വാർദ്ധക്യത്തിൽ ഏറെ കൗതുകത്തോടു കൂടിയിട്ട് കരുതലാകാൻ വേണ്ടിയിട്ട് കൊടുത്ത പ്രിയപ്പെട്ട മകനെ മോറിയായുടെ മലമുകളിൽ ബലിയർപ്പിക്കാൻ പോകുമ്പം മകൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ വല്ലാതെ അസ്വസ്ഥനാകുമ്പോഴും ബലം കൈവിടാതെ അവനെ പിടിച്ചു കെട്ടിയ ബലിയർപ്പിക്കുന്ന പീഠത്തിൽ വയ്ക്കുന്ന അബ്രാഹത്തിൻ്റെ മനസ്സിൽ ഒരു വലിയ വേദനയുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരകലമുണ്ട് സ്നേഹത്തിന്. ചില നിഷേധങ്ങളിലൂടെയാണ് സ്നേഹത്തിൻ്റെ ഭാവം കുറേയും കൂടെ പരിപുഷ്ടമാക്കപ്പെടുന്നത് എന്ന് ഗുരുക്കന്മാർ പങ്കുവെക്കും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ അകലവും സൂക്ഷിക്കേണ്ടതാണ്. സൂക്ഷിക്കേണ്ട ഇടങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അകലം പാലിക്കേണ്ട വിധം പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറകിൽ അപകടം പതിയിരിപ്പുണ്ടെന്നറിയണം. ചേർത്തു പിടിച്ച പലതിനെയും ബലി ചെയ്യേണ്ടി വരുമ്പം, ഏറ്റവും അടുപ്പമുള്ളതിനോടൊക്കെ ചിലപ്പോൾ അകലം പാലിക്കേണ്ടി വരുമ്പം അതിൽ സ്നേഹത്തിൻ്റെ ചാലിപ്പുണ്ട് എന്ന്, അതിൽ സ്നേഹത്തിൻ്റെ മണവും ഗുണവുമുണ്ട് എന്ന്, അതിൽ സ്നേഹത്തിൻ്റെ ചൂരും ചുവയുമുണ്ട് എന്ന് അറിയാൻ തക്ക വിധമൊക്കെ ജീവിച്ചാൽ നോമ്പുകാലം കുറേയും കൂടെ അനുകൂലമാകും, അനുഗ്രഹമാകും. നിഷ്ഠയോടെ നമുക്ക് ധ്യാനിക്കാം, കൃത്യതയോടെ നമുക്ക് മനസ്സിനെ പഠിപ്പിക്കാം. സ്നേഹത്തിൽ ചില അടുപ്പങ്ങളുണ്ട്, ചില അകലങ്ങളുമുണ്ട്. രണ്ടും ഒരുപോലെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പറയില്ലേ, വെർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നമുക്കാവാം. അതിനായിട്ട് ആഗ്രഹിക്കാം, അതിനായി പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ അടുപ്പവും അകലവും ജീവിക്കാൻ അഭിഷേകം കിട്ടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.